പൊന്നാനിയിലെ ലോക്സഭാ പരാജയം അവലോകനം ചെയ്ത CPM മുസ്ലിം വോട്ടുകൾ പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയില്ല എന്ന് CPM മേഖലാ റിപ്പോർട്ട്. യുവജനങ്ങൾ പ്രചാരണങ്ങളിൽ വേണ്ടത്ര സജീവമായില്ല എന്നും വിമർശനമുണ്ട്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേർന്നു. സോണൽ, വളരെ ആത്മവിമർശനത്തോടെ മാത്രമേ ഈ വിഷയം ചർച്ച ചെയ്യാൻ CPMന് കഴിയുകയുള്ളൂ. അപ്പോൾ എന്നാലും എന്താണ് അവർ ഒരു വിലയിരുത്തലുകളിലേക്ക് എത്തിയിരിക്കുന്നത് ഈ പരാജയം സംബന്ധിച്ച്? വീണ, പ്രധാനമായി കേരളം ചർച്ച ചെയ്തൊരു ലോക്സഭാ മണ്ഡലമാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം. കാരണം CPMന് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളതൊക്കെ ചർച്ച ചെയ്തതാണ്. സമസ്ത CPMന്റെ കൂടെ നിൽക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം തകർത്തുകൊണ്ടാണ് പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത്. അതിൽ പിന്നെ കൃത്യമായൊരു നീക്കം സമസ്തയുടെ ഭാഗത്തു നിന്നും ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. കൃത്യമായി പാർട്ടി സെക്രട്ടറി തന്നെ ഇക്കാര്യം വ്യക്തമാക്കി. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ മേഖലാ റിപ്പോർട്ടിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. മുസ്ലിം വോട്ടുകൾ പ്രതീക്ഷിച്ചതുപോലെ ലഭിച്ചിട്ടില്ല പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ എന്നുള്ളത് മേഖലാ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം SFI DYFI പ്രവർത്തകരടക്കമുള്ള യുവജനങ്ങൾ ഈ പ്രചാരണ വേലകളിൽ വേണ്ടത്ര സജീവമായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൃത്യമായി പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നലെ തിരൂരിൽ ചേർന്ന മേഖലാ യോഗത്തിലെ റിപ്പോർട്ടിങ്ങിലാണ് ഇക്കാര്യം എല്ലാം തന്നെ പരാമർശിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ വിമർശനത്തോടെ തന്നെ വേണം നമുക്കത് നോക്കിക്കാണാൻ. കാരണം CPMന് കനത്ത തിരിച്ചടി കേരളത്തിലുടനീളം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ പ്രധാനമായി പറയേണ്ടത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലാണ്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ KS ഹംസയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ ഇത്തരത്തിൽ സമസ്തയുടെ വോട്ട് പിടിച്ചുപറ്റാനുള്ള അല്ലെങ്കിൽ ഒരു പ്രീണന നയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. ഇതിന് പിന്നാലെയാണ് വലിയൊരു തിരിച്ചടി കേരളത്തിലുടനീളം നേരിട്ടതിന് പിന്നാലെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നേരിടുന്നത്. വീണ, ഓക്കെ, ശരി സോണൽ.